ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു യെല്ലോ ടോപ്പ് ഇട്ടപ്പോഴത്തേന് അതിൻ്റെ കട്ടിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ്. പക്ഷേ ഇതിനൊരു രണ്ട് സൈഡിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫീഡിങ് ഓപ്ഷൻ വരുന്ന പോലത്തെ ടോപ്പാണ്. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തന്നത് എൻ്റെ ബേസിക് ബോഡി പാറ്റേൺ ആണ്. കോളർ നെക്കൊക്കെ വെക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ക്ലോസ് നെക്കൊക്കെ വെക്കാൻ പാകത്തിനുള്ള കട്ടിങ് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പറാണത്. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ ഷോൾഡർ നമ്മൾ കൊടുക്കുന്ന കേസുകളിലെല്ലാം തന്നെ നമുക്ക് സ്ലോപ്പ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ സ്ലോപ്പ് കൊടുക്കേണ്ടാത്ത സിറ്റുവേഷനാണ് ഈ ബോട്ട് നെക്കൊക്കെ പോലത്തെ ഒരു പാറ്റേൺ. അപ്പം ഞാൻ ഓൾറെഡി സ്ലോപ്പ് ബേസ് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരുവിധം എന്താ പറയുക ബോട്ട് നെക്ക് കൈൻഡ് ഓഫ് നെക്കാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ബോട്ട് നെക്ക് പോലെയുള്ള കേസുകളിൽ നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരയ്ക്കുന്നത് ആം ഹോളിൻ്റെ ലെങ്തിന് വേണ്ടിയിട്ടുള്ള റഫ് ലൈനാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ നമ്മുടെ നെക്കിൻ്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്ത് മാറും എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ പാറ്റേൺ, അതെന്ന് പറഞ്ഞാൽ കോളർ നെക്ക്, ക്ലോസ് നെക്ക്, അങ്ങനെ ഭയങ്കര കഴുത്തകലം കുറഞ്ഞിട്ടുള്ള നെക്കിനൊക്കെ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ്, ഇതാണ് ആ പാറ്റേണിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ട് നെക്ക് വരുന്ന കേസിൽ നമുക്ക് എന്താ പറയുക തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട. എത്രയാണോ ഷോൾഡറിൻ്റെ പകുതി അതങ്ങനെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി, തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട. ഇവിടുത്തെ കേസ് ഞാൻ മെൻഷൻ ചെയ്യുവാണെങ്കിൽ, അതായത് എൻ്റെ ഷോൾഡർ 14 ഇഞ്ച്, ആ 14 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. നമ്മൾ കോളർ പോലത്തെ പാറ്റേൺ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 7.5 എടുക്കണം. അതേസമയത്ത് ബോട്ട് നെക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ഒഴിവാക്കിയേക്കാം, 7 ഇഞ്ച് അതുപോലെ അങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പം ഞാനവിടെ ബേസിക് ബോഡി പാറ്റേൺ എടുത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് അതുപോലെ തന്നെ ചെറിയ വ്യത്യാസത്തിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനത് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലൊരു പാറ്റേൺ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബോഡി പാറ്റേണിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് ആം ഹോളിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ചെസ്റ്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, ബസ്റ്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, വീസ്റ്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, ഹിപ്പ് ലൈനും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതിനേക്കാളും ഒരു ലൈൻ കൂടുതലാണ്. അതെവിടെയാണ്? ബസ്റ്റ് ലൈനിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കൊന്നും ആ ലൈൻ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ബസ്റ്റിന് ഇച്ചിരി ഷേപ്പ് വേണം, അല്ലെങ്കിൽ ആ ഒരു കേർവ് നല്ല കറക്റ്റായിട്ട് കിട്ടണം. ചിലർ പറയാറില്ലേ തയ്ച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഫ്ലാറ്റായിപ്പോയി, ജസ്റ്റ് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബസ്റ്റ് ലൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഷേപ്പിൽ അതെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ 6.5 എന്നുള്ളത് ആം ഹോൾ ലെങ്ത് ആയിട്ട് അവിടെ റഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിരിക്കുന്ന അതേപോലെ കൊടുത്തേക്കുവാണ്. അതായത് പോയിന്റ് ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്, ഷേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 13 ഇഞ്ചാണ്, ഹിപ്പിൻ്റെ ലെങ്ത് 19 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് 19, 20 അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് ആ ലൈനെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബസ്റ്റ് ലൈൻ ഒഴിവാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി ഷേപ്പ് വേണമെന്നുള്ളവർക്ക് മാത്രം നിങ്ങൾ ആ ലൈൻ എടുത്താൽ മതി. ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ബസ്റ്റിൻ്റെ മെഷർമെൻറ്റും തമ്മിൽ 3 ഇഞ്ചിനേക്കാളും കൂടുതൽ വ്യത്യാസം വരുന്ന കേസുകളിൽ നമുക്ക് ബസ്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഒരു ഈവനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര അകല വ്യത്യാസം തോന്നും നമുക്ക്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സൈഡിൽ ഒരു ഡാർട്ട് ഇട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു വീഡിയോ ഞാൻ അതിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ അതുപോലത്തെ മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ കർവ് കൊടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷനാണത്. എനിക്കതിന് വേണ്ടി ഷേപ്പുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്. അതായത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് ഞാൻ മുന്നേ ക്ലാസ്സിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേഷനൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം. അത് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് 1 ഇഞ്ച് മതി ലൂസ് എന്നുള്ള പോലെ. അതിൻ്റെ 4/1 മാർക്ക് ചെയ്യുക, പ്ലസ് തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചും കൂടെ കൊടുക്കുക. ഒരു ഷേപ്പിൻ്റെ ലെങ്ത് നമ്മൾ 13 ഇഞ്ചിലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 13 ഇഞ്ചിൽ വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുക. അതായത് വേസ്റ്റ് റൗണ്ട് +2
/4 ആ മെഷർമെന്റ് വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ബസ്റ്റിന്റെ അളവ് നല്ല ഷേപ്പിൽ വേണം എന്നുള്ളവർ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. അതായത് ചെസ്റ്റ് ലൈൻ ഉണ്ട്, ബസ്റ്റ് ലൈൻ ഉണ്ട്. ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് കൊടുക്കുക. അതായത് നമ്മുടെ ആം ഹോളിന്റെ അവിടെ കൂടെ വരുന്ന ആ ചെസ്റ്റിന്റെ അപ്പർ ചെസ്റ്റിന്റെ മെഷർമെന്റ് +2 ഇഞ്ച് /4 ചെയ്തിട്ട് കിട്ടുന്ന അളവ് അത് ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ബസ്റ്റ് വരുന്നിടത്തെ മെഷർമെന്റ് എടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് /4 ചെയ്തിട്ട് ആ മെഷർമെന്റ് നമ്മൾ ബസ്റ്റിന്റെ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പർ ചെസ്റ്റും ഫുൾ ബസ്റ്റും 3 ഇഞ്ച് വരെ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. 3 ഇഞ്ചിന് മുകളിലായിട്ട് വരുന്നവർക്ക് നമ്മൾ സൈഡിൽ ഡാർട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. അതായത് ചെസ്റ്റ് ലൈനിൽ നമ്മുടെ ബസ്റ്റിന്റെ മാർക്കിങ് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ഷേപ്പ് എടുക്കുവാണ്. സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് എടുക്കുവാണ്. ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് എടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ആം ഹോളും സ്ലിറ്റിന്റെ താഴേക്കുള്ള ആ പോർഷനുമാണ്. അപ്പം ഞാൻ സ്ട്രെയിറ്റ് കുർത്തി തന്നെ ചെയ്യുന്നതുകൊണ്ട് ഹിപ്പിൻ്റെ അവിടുത്തെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് താഴേക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എ ലൈൻ പോലെ ചെയ്യണമെങ്കിൽ എ ലൈൻ ആക്കാം. അതുമല്ല കുറച്ച് എന്താ പറയുക, സ്ട്രെയിറ്റ് അല്ല, കുറച്ചുകൂടെ വിരിവ് വേണം തോന്നുവാണെങ്കിൽ ഒരു ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് കൂട്ടി വരച്ചും മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ സ്ട്രെയിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ അതേ മെഷർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണേ. ഇനി നമുക്ക് ആം ഹോളിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ഷോൾഡർ പാറ്റേണിനകത്തുള്ളത് 7.5 ഇഞ്ചും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ചുമാണ്. അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അത് ഇപ്പം നമ്മൾ വരച്ചതിൻ്റെ ബേസ് ചെയ്തിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കറുത്തിട്ടുണ്ട്. ഇനി ഇത് മെഷർ ചെയ്ത് നോക്കണം ചെറുതായിട്ട്. അതായത് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു കർവ് കൊടുക്കണം. അത് നമ്മൾ തയ്യൽ തുമ്പായ കാരണം കൺസിഡർ ചെയ്യണ്ട. ഇനി നമ്മൾ ഈ വരച്ച മെഷർമെൻ്റ് ഉണ്ടല്ലോ, 7 ഇഞ്ച് ഷോൾഡറും 6.5 ഇഞ്ച് ആം ഹോൾ ഡെപ്തും പിന്നെ നമ്മുടെ ബസ് ലൈനും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്, ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 15 ഇഞ്ച്. 15ൻ്റെ പകുതി 7.5. ഈ 7.5 വേണം എനിക്ക് ലൂസ് ഉൾപ്പെടെ ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ 7.5ക്കാളും ഇവിടെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ നിങ്ങളോട് കാൽക്കുലേഷൻ പറഞ്ഞപ്പോൾ ബസ്റ്റ് റൗണ്ട് +2 ഇഞ്ച് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് +2 ഇഞ്ച്. ഈ +2 എന്നുള്ളത് ഞാൻ യൂഷ്വലി കൊടുക്കാറ് ലൈനിങ് ഉള്ള കേസുകളിലാണ്. ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന 2 ഇഞ്ച് കൊടുക്കാറ്. ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചാണ് കൊടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി ലൂസ് ഇരുന്നോട്ടെ എന്നുള്ള രീതിക്ക് വെച്ചാൽ എൻ്റെ കംഫർട്ട് സോൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി പൊടിക്ക് ലൂസ് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ലൈനിങ് ഇല്ലാത്ത ക്ലോത്തിലും 2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ മെഷർമെൻറ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നത് വേറൊന്നുമല്ല, 6.5 ഇഞ്ച് ഞാൻ ആം ഹോൾ ഡെപ്ത് പാറ്റേണിൽ കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ ആം ഹോൾ റൗണ്ട് 7.5 എന്നുള്ളത് കൃത്യം കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ 6.5 ഇഞ്ച് എടുക്കുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. ഞാൻ ചെസ്റ്റ് ലൈനും അതായത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ആം ഹോൾ ലെങ്തും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പോലും എനിക്കത് കിട്ടുന്നില്ല. വ്യത്യാസം വന്നത് എവിടെയാണ്? ഷോൾഡറിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം, ഒരു കുട്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആള് ഞാൻ മേ ബി എൻ്റെ വീഡിയോസ് ഭയങ്കര ലേറ്റ് ആയിട്ടാണല്ലോ വരാറ്. അപ്പോൾ ആള് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ആൾക്കിങ്ങനെ മെഷർമെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വന്ന വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ച് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ല, കാരണം ഷോൾഡറിൽ വന്ന വ്യത്യാസം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പൊടിക്ക് മേലേക്ക് ആക്കി കൊടുത്തു. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ മെഷർ ചെയ്ത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് സ്ലീവിൻ്റെ കേസിലും എനിക്ക് പറയാനുള്ളത്. നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് കറക്റ്റായിട്ടുള്ളത് നോക്കുക. ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് പീസാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത് 4 മടക്കി സാധാരണ നമ്മൾ കുർത്തിക്കൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സെയിം രീതിയിലാണ്. പക്ഷെ കട്ട് ചെയ്യുമ്പോഴത്തേനും ഞാൻ ബാക്ക്
ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഫ്രണ്ടിലേക്കുള്ള മാർക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാബ്രിക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണോ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തുണി ഭയങ്കര വീതി കുറവായിരുന്നു. അതായത് 40 ഇഞ്ച് നീളം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. 2 മീറ്റർ എന്തോ ആയിരുന്നെന്ന് തോന്നി ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് പീസ് എടുത്താലും മതിയേ. അപ്പോൾ ഇനി നമ്മൾ ആ ഫോൾഡ് വരുന്നിടമില്ലേ, ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് കയറ്റി, അതായത് മെഷർമെൻറ്റ് വന്ന് നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മുന്നോട്ടായിട്ട് ഒരു 1.5 ഇഞ്ച് മുന്നോട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും പിശിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സ്ലീവ് ആ സൈഡിൽ നിന്ന് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണേ. എന്നിട്ട് ബാക്കി എന്താ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിനകത്ത് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റിയേക്കായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്ന കമൻറ്റുകൾ നിങ്ങൾ വാട്സപ്പിൽ പറയാം കേട്ടോ. സംശയങ്ങൾ വാട്സപ്പിൽ പറയാം. അതേപോലെ പറ്റുവാണെങ്കിൽ ഒരു പാറ്റേണൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഇത്രയും മാർക്കിംഗ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പാറ്റേൺ ഉണ്ടെങ്കിൽ അതങ്ങ് ട്രേസ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ ഒരേപോലെ ഇട്ടിരിക്കുന്നതാണുണ്ടല്ലോ, അറിയാതെ നമ്മൾ കയറ്റി വെട്ടി പോകരുതേ. അതൊക്കെ നല്ലോണം നോക്കണം. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും, ശ്രദ്ധിക്കുക. നമ്മൾ ആ ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പീസിനെ എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇൻവിസിബിൾ സിബ് വരുന്ന പോലെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബസ്റ്റ് ടു ബസ്റ്റ്, അല്ലെങ്കിൽ ആ പോയിൻ്റ് ടു പോയിൻ്റ് ആ ഭാഗം ഉണ്ടല്ലോ അതാദ്യം മെഷർ ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ അതൊരു 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച്. ഓക്കെ, 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പായിട്ടൊരു 1/2 ഇഞ്ച് കൂടെ കൊടുക്കുക. അതായത് ഒരു സിബ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച് വേണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. അതായത് 3.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, വീണ്ടും 1/2 ഇഞ്ച്. മനസ്സിലായില്ലേ? അതായത് 2 സൈഡിൽ നമുക്ക് 1/2 ഇഞ്ച് വീതം കിട്ടണം. സ്റ്റിച്ച് ചെയ്ത് കൺസീൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ 3.5-ൽ വേണം ഇതിൻ്റെ അളവ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് 3.5 4 ഇഞ്ച്, ഈ 4 ഇഞ്ച് ലൈൻ നമ്മളൊന്ന് ഡാർക്കൻ ചെയ്ത് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വരയ്ക്കുന്നിടത്തൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണമല്ലോ. ഇപ്പോൾ ബാക്കല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഒരേപോലെ കട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫോൾഡ് വരുന്നിടം, അതായത് നമ്മുടെ സൈഡിലാണല്ലോ ഫോൾഡ് വെച്ചിട്ടുള്ളത്, ഈ സൈഡിൽ നിന്നും ഏകദേശം 1 ഇഞ്ച് സ്പേസ് വിട്ടതിന് ശേഷം ബാക്കിലെ പീസ് അവിടേക്ക് വെച്ച് കൊടുക്കുക. ഈ 1 ഇഞ്ച് എന്താണ്, നമ്മൾ ആ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള 1/2 ഇഞ്ച് 1 ഇഞ്ച് റെഡ്യൂസ് ചെയ്യുമല്ലോ സിബ് വരുമ്പോഴത്തേന്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ പണി വാളും. അതുകൊണ്ട് ഈ 1 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് ഈ ബാക്ക് പീസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ബോഡി പീസ് ഓൾറെഡി പാറ്റേൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി, ഇങ്ങനെ അലയണ്ട. അപ്പം അതൊന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അത് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എല്ലായിടവും ഈ 1 ഇഞ്ച് തന്നെ വരുന്നുണ്ടോ എന്ന്. അൺഈവൻ ആയി പോയാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വൃത്തികേടായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിലെ പോലെ തന്നെ ഫ്രണ്ടിലും ഈ മാർക്കിംഗ് ഒക്കെ ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സൈഡിൽ കൂടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് 2 സൈഡിലും ഇൻവിസിബിൾ സിബ് വരുന്ന പോലത്തെ ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് സെൻറ്റർ ആക്കുന്നതിൻ്റെ വീഡിയോസ്, ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യാം. പിന്നെ അത് നമ്മുടെ യുക്തിക്കനുസരിച്ച്, ഇപ്പോൾ ആലിയ കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, സൈഡിനെ നമുക്ക് സിബ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കതൊക്കെ ചെയ്തെടുക്കാം.
അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാൻറ്റിൻ്റെ കട്ടിങ് ചെയ്ത് കാണിച്ച ഇപ്പോൾ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്തി ഉണ്ടല്ലോ, ടോപ്പ്. അത് ഞാൻ ആക്ച്വലി സെൻറ്റർ പീസ് എന്താ പറയുക വേറൊരു മെറ്റീരിയലും സൈഡിലത്തെ പീസ് വേറൊരു മെറ്റീരിയലും. അതിന് യാതൊരു ബന്ധവും ഇല്ലാന്ന് തോന്നും. പക്ഷെ എന്നാലും യെല്ലോ കോമൺ ആയിട്ട് വന്നോണ്ട് ഞാനതങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതാണേ. ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കൊള്ളത്തില്ലായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇട്ട് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയേ. അപ്പം കട്ടിങ് അവിടെ നടക്കട്ടെ. അപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ ഷോൾഡറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടില്ല. കാരണം എന്താ, നെക്കിൻ്റെ വൈഡ് സ്വല്പം കൂടുതലായിരിക്കും. ഓക്കെ. അതായത് ഒരു മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ചുരിദാർ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ വരുന്ന ക്ലോത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഒരു 2, 2.5, മാക്സിമം പോയാൽ 3 ഇഞ്ച്. ഇതിൻ്റെ അളവിലായിരിക്കും. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ പറയുന്ന സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബാക്കിൽ എന്താ പറയുക, നെക്കിൻ്റെ ഡെപ്ത് വളരെ കുറവാണ്. ഫ്രണ്ടിൽ ഡീപ്പായിട്ടുള്ള വി നെക്കും. പക്ഷെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് ഭയങ്കര കുറവാണ്. ഒരു 2 ഇഞ്ച് മാക്സിമം. അപ്പോൾ അതിന് അനുസരിച്ചാണ് അവർ സ്ലോപ്പ് എടുത്തിട്ടുള്ളത്. അതിന് സ്ലോപ്പേ ഇല്ല. അത് സ്ട്രെയിറ്റ് കട്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ടൈലറിങ്ങിൻ്റെ ഫിനിഷിങ്, ആ ലുക്കൊക്കെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്യാൻവാസിൻ്റെ കട്ടിങ് കാണാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ചോദിക്കുന്നവരുണ്ട്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടി തന്നെയായിട്ടൊരു വീഡിയോ ചെയ്യാം. കുറച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് ചെയ്യാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ 4.5 ഇഞ്ചാണ് ഞാൻ വൈഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ 7 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് പോകുമ്പോൾ 6.5 ഇഞ്ച്. അപ്പോൾ 4.5 ഇഞ്ചാണ് ഞാൻ വൈഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 2 ഇഞ്ച്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഷോൾഡർ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചായിരിക്കും. അപ്പോൾ 4.5 ഇഞ്ച് നമ്മൾ 4.5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് ആ ഒരു ക്യാൻവാസിൻ്റെ ഇതോടെ വെച്ചിട്ട് 5.5 ഇഞ്ചിൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ കണ്ടോ, 3 ഇഞ്ച് ഞാൻ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സ്ക്വയർ പീസ് പോലെ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുള്ള ആ പീസും കൂടെ, ആ പീസ് എന്നല്ല, ആ ഒരു പോർഷൻ എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അതായത് 3 ഇഞ്ച് കഴുത്തിറക്കവും 1 ഇഞ്ച് നമുക്ക് ക്യാൻവാസുമായിട്ട്. ഓക്കെ, 4.5 ഇഞ്ചാണ് നമ്മൾ വൈഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 4.5 ഇഞ്ച് താഴേക്കും, അത് ജസ്റ്റ് ഒരു ബോക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് സ്ക്വയർ ബോക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് അത് കൊടുക്കുക. അതിപ്പം ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ ഷേപ്പ് എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് എടുക്കുക, വൈഡാക്കി കൊടുക്കുക. എന്നുവെച്ചാൽ ആ സൈഡിലത്തെ വൈഡ് വേണമെങ്കിലും കൂട്ടാം, കുറയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഈ ഒരളവായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുത്ത ശേഷം തയ്യൽ തുമ്പ് പോലെ 1 ഇഞ്ച് എക്സ്ട്രാ അതിന് ചുറ്റുമായിട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ 1 ഇഞ്ച് വേണമെന്നില്ല, നിങ്ങൾക്കൊരു 3/4 ഇഞ്ച് വരെയൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്ലൗസൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് നിൽക്കുന്ന പോലെ കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ബ്ലൗസിനൊക്കെ നമ്മൾ ക്യാൻവാസ് കൊടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റൊക്കെ ആയിട്ട് ഉള്ള ബാലൻസ് വെച്ചാൽ മതി. ഇതിപ്പോൾ 1 ഇഞ്ച് കൊടുത്തില്ലേ, ഞാനതിൻ്റെ മെയിൻ പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഔട്ടർ ലൈനിൽ കൂടെ കൊടുത്തിരിക്കുന്ന ആ കേർവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ഔട്ടർ ലൈൻ എടുത്ത പോലെ തന്നെ നമ്മൾ ഈ അകത്ത് കൊടുത്തിരിക്കുന്ന ലൈനും അതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. മോഡ് കാഷ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ ചാനൽസിൻ്റെ സൂപ്പർ ഹിറ്റ് ചാനലുണ്ടല്ലോ, ആളുടെ ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പഠിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് അങ്ങ് കട്ട് ചെയ്തേക്കും. ഈ മേളിലത്തെ അറേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷേപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല.
ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ക്യാൻവാസ് ഒട്ടിക്കുന്ന സമയത്ത് കൃത്യം അളവൊക്കെ നോക്കി വെച്ച് വീണ്ടും വീണ്ടും മെഷർ ചെയ്ത് ചെക്ക് ചെയ്ത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറുവാണെങ്കിൽ വീണ്ടും നമുക്കൊരു അളവിനകത്ത് വ്യത്യാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് ആ തയ്യൽ ഷോൾഡറിൻ്റെ അവിടുത്തെ എന്താ പറയുക, തയ്യലില്ലേ അറേഞ്ച് ചെയ്യാൻ ബ്രിഡ്ജ് പോലെ. ഈ ബ്രിഡ്ജ് എന്നുള്ള വാക്കേ ഞാൻ ആ സാറിൻ്റെ ചാനലിൽ നിന്നാണ് പഠിച്ചെടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ. അപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ബാക്ക് പോർഷനാണ്. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നുള്ളത് വേറൊന്നുമല്ല, താഴേക്ക് ചെറിയൊരു വി ഷേപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. അതായത് 3 ഇഞ്ചാണ് ഞാനിങ്ങനെ ബോട്ട് നെക്കിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഏകദേശം ഒരു 5-5.5 ഞാനൊരു വി പോലെ കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ബോട്ട് നെക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒരു വിയും കൂടെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ട് നെക്ക് വെക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പ് ഉണ്ടല്ലോ, ബോട്ട് നെക്കിൻ്റെ ആ ഷേപ്പ് അതൊന്ന് കറക്റ്റ് എടുത്ത് വേണം വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 5.5 വി കട്ട് നമ്മുടെ നെക്കിനെ അധികം ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ ബാക്ക് നെക്ക് 3 വരെയുള്ള കാര്യമാണ് ഇത്രയും നാളും നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഹൈ നെക്കിൻ്റെ കേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോട്ട് നെക്കായി. ഇനി നമുക്ക് ഡെപ്ത് അനുസരിച്ചുള്ള മോഡലൊക്കെ നോക്കാം കേട്ടോ. 5 ഇഞ്ചൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ നെക്കിൻ്റെ കാൽക്കുലേഷൻ, നെക്കനുസരിച്ച് നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ച് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ മെയിനായിട്ട് ചോദിച്ച സംശയം, ഒന്ന് ഏത് നെക്കാണ് നോക്കേണ്ടത്, ഫ്രണ്ടാണോ ബാക്കാണോ? മോസ്റ്റ്ലി നമ്മൾ എടുക്കേണ്ടത് ബാക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ചോദിച്ചിട്ടുള്ള സംശയം, ചുരിദാറിനും ബ്ലൗസിനും ഇതേ കാൽക്കുലേഷനാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്ലൗസിന് നമുക്ക് നല്ല ഫിറ്റിങ് വേണം അല്ലേ? നമ്മൾ ആരും ബ്ലൗസ് ലൂസായിട്ടോ അല്ലെങ്കിൽ ഓവർ ടൈറ്റായിട്ടോ നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല. ഒരു വിധം ബോഡിയിൽ ഫിറ്റായിട്ട് നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആ കാൽക്കുലേഷൻ കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി ചുരിദാറിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അത്രയും നമുക്ക് ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഫിറ്റിങ് വേണ്ട. സത്യം പറയുകയാണെങ്കിൽ ചുരിദാറിന് ഒരു വിധം കംഫർട്ട് സോണിൽ നിന്നാൽ മതി. ബ്ലൗസിൻ്റെ ഫിറ്റിങ് പോലെ നമുക്ക് ചുരിദാർ ഇടാൻ വലിയ ആഗ്രഹമൊന്നും ആർക്കും കാണത്തില്ല. അപ്പോൾ ഇപ്പം 1 ഇഞ്ച് കുറയ്ക്കണം എന്ന് പറയുന്നിടത്ത് അത്രയും കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായി കാണുമോ? ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് 1 ഇഞ്ചോളം കുറയ്ക്കണം എന്ന് വിചാരിക്കുക. അത് ബ്ലൗസിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ അങ്ങ് കൊടുക്കാം. പക്ഷേ ചുരിദാറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയായിരിക്കും വ്യത്യാസം. അപ്പോൾ ഞാനത് പോകെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അയൺ ചെയ്ത് ഫിക്സ് ചെയ്യുക ഒരു ക്ലോത്തിലേക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയും ടാറ്റാ.